ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലെ രക്ഷാപ്രവർത്തനം 2 ദിവസം പിന്നിട്ട് ഇന്നിപ്പോൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രതീക്ഷ നശിച്ച് പ്രാണൻ മുറുകെ പിടിച്ച് ഒരു പകലും രാവും ദുരന്ത മേഖലയിൽ കഴിഞ്ഞവരെയാണ് രക്ഷാപ്രവർത്തകർ പുറത്തെത്തിച്ചത്. 2-ാം ദിവസമായ ഇന്നലെ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ഇന്നലെ രാവിലെ 7 മണിയോടെയാണ് സൈന്യം തിരച്ചിൽ തുടങ്ങിയത്. 4 സംഘങ്ങളിലായി തിരിഞ്ഞായിരുന്നു തെരച്ചിൽ. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മുണ്ടക്കൈയും ചൂരൽമലയും കേന്ദ്രീകരിച്ചായിരുന്നു ദൗത്യം. രാവിലെ 8 മണിയോടുകൂടി കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും ചെളി പൂണ്ട പ്രദേശങ്ങളിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. അതിനിടെ ട്രീ വാലി റിസോർട്ടിലടക്കം പലയിടങ്ങളിലും കുടുങ്ങിക്കിടന്നവരെ ദൗത്യസംഘം രക്ഷപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെട്ടെത്തിയവർക്ക് ഹെലികോപ്റ്ററിൽ ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിച്ചു. സ്ട്രെച്ചർ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സിപ്പ് ലൈനിലൂടെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുള്ള ശ്രമവും നടത്തി. ചാലിയാറിൽ പുഴയിൽ നിന്നും ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്നലെ രാവിലെ മുതൽ അട്ടമലയിൽ കുടുങ്ങിയ നാട്ടുകാരെയും ദൗത്യസംഘം പുറത്തെത്തിച്ചു. അതിനിടെ സ്കൂബ സംഘം ചൂരൽമലയുടെ മുകളിലെത്തി രക്ഷാദൗത്യം തുടങ്ങി. വൈകാതെ കൂടുതൽ സംഘങ്ങൾ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി. കൂടുതൽ യന്ത്രസാമഗ്രികളും മണ്ണുമാന്തി യന്ത്രങ്ങളും മേഖലയിലേക്ക് എത്തിച്ചു. നിലമ്പൂരിൽ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങൾ മേപ്പാടിയിലെത്തിച്ചു. ചൂരൽമല പുഴയിൽ ജലനിരപ്പുയർന്നതോടെ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം വൈകിട്ടോടെ മുങ്ങി. ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ വടമുപയോഗിച്ചാണ് പാലമുയർത്തിയത്. ഇതിനിടെ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സൂചിപ്പാറയുൾപ്പെടെയുള്ള വനമേഖലകളിൽ വനം വകുപ്പ് തിരച്ചിൽ നടത്തി. കാലാവസ്ഥ പ്രതികൂലമായതോടെ രാത്രി 7 മണിയോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. ഒറ്റപ്പെട്ടു പോയ ഇടങ്ങളിലേക്ക് സഹായമെത്തിക്കാനും ജനങ്ങളെ പുറത്തെത്തിക്കാനും ബെയിലി പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മഴ പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറി. പരുക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി സൈന്യത്തിന്റെ മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടീം 24 വയനാട്.